ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസ് വെക്കേഷൻസ് ഒക്കെ അടിച്ചു പൊളിക്കുമെന്നറിയാം. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. പെട്ടെന്ന് ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഇരിക്കുക ആ ഒരു നല്ലൊരു മൂഡിൽ ഇരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു, ആൻസേഴ്സ് പറഞ്ഞു തരുന്നു. ചിലവർക്കും തോന്നും നമ്മുടെ ആ വെക്കേഷൻ്റെ മൂഡ് കളയാനായിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിനിടയ്ക്ക് സ്കൂളിൽ ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റ് ഒക്കെ നടന്നാലേ ആർട്ട് ഫെസ്റ്റും സോഷ്യൽ ഫെയേഴ്സും ഒക്കെ നടന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കാണ് ക്ലാസ്സസ് നടന്ന് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതുക. വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൈമിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ക്ലാസ് ഒക്കെ നടന്നത്. നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് എക്സാമിന് കുറച്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടി, ചിലർക്കൊന്നും സ്റ്റഡി ലീവ് കിട്ടാതെ അങ്ങനെ പഠിച്ച് എഴുതിയൊരു എക്സാമാണ്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ചിലപ്പോൾ എന്താണ്, ചിലർ നന്നായിട്ട് പെർഫോം ചെയ്താണ്, ചിലർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ചിലർ ക്വസ്റ്റ്യൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതിയിൽ വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും മനസ്സിലായി ആൻസറും മനസ്സിലായി, ഇത് എന്താണ് ആ ഒരു പ്രസൻറ്റ് ചെയ്ത രീതിയിലുണ്ടായ പോരായ്മകൾ ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരുന്നു ആൻസർ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാനാണ് ഈ ഒരു QP ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാം വരുന്നു, അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാം വരുന്നു. ഏറ്റവും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് എക്സാംസ് ആണ് വരുന്നത് അല്ലേ. മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫൈനലിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, വെയിറ്റേജ് എങ്ങനെയാണ് ഒരു ക്ലൂ തരും. ഫൈനൽ എക്സാമിന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന നിങ്ങളുടെ എക്സാംസ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് വേണം, നിങ്ങൾ ആ എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യണം, എങ്ങനെ പഠിക്കണം, നിങ്ങൾക്കുണ്ടായ ഫോൾട്ടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഈ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ക്വസ്റ്റ്യൻ പേപ്പർ കളയുകയല്ല ശരിക്കും വേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾ ഓരോ ആൻസേഴ്സ് എങ്ങനെ എടുക്കണം, 2 മാർക്കിന് എങ്ങനെ ആൻസർ കൊടുക്കണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതല്ലാതെ എനിക്ക് ഇത്ര മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല, ഞാൻ ആൻസർ എഴുതിയത് തെറ്റിപ്പോയി എന്നിനി ഓർത്തിട്ട് ഇനി നമുക്ക് ആ എക്സാം കഴിഞ്ഞു, നമ്മൾ ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി അടുത്ത തവണ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1 മാർക്ക് വീതമുള്ള 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 8 എണ്ണത്തിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 10 ക്വസ്റ്റ്യൻസിന് അതിൽ 8 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓക്കെ, 8 മാർക്കാണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ദ ഡൊമസ്റ്റിക് കൺട്രി മേ സെൽ ഗുഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അയ്യോ, ഒരു ഡി പോയല്ലോ. ദ ഡൊമസ്റ്റിക് കൺട്രി മേ സെൽ ഗുഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് വന്നു അല്ലേ. ഒരു രാജ്യം ബാക്കി മറ്റ് കൺട്രീസിന് ഗുഡ്സ് വിൽക്കുന്നു അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്നു, അതിനെ എന്താണ് പറയുന്നത് അല്ലേ. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ട്സ്, നെറ്റ് ഇമ്പോർട്ട്. കറക്റ്റ് ആൻസർ സി, ഓപ്ഷൻ സി ആയിരുന്നു എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്നാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഗുഡ്സ് അയക്കുന്നതിന് എന്ത് വിളിക്കും, എക്സ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചാണ്. മൈക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 4 തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചതാണ്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലുള്ള ഒരു ഫേമിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? കുറേ ആൻസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, കുറേ ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് വന്നു, വെർട്ടിക്കലും ഹൊറിസോണ്ടലും, അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. എങ്ങനെയായിരിക്കും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഫേമിന്റെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? പക്ഷേ ഈ ക്വസ്റ്റിന് വളരെ കൺഫ്യൂഷനിങ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബിക്കോസ് ലീനിയർ ഡിമാൻഡ് കർവിന്, ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ അതിൻ്റെ വേരിയസ് പോയിന്റിൽ ഇലാസ്റ്റിസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റിനെ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ആ 4 ഓപ്ഷൻസ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക്, ആ 4 ഓപ്ഷൻസിനും മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ നോട്ട് ടോട്ടലി റോങ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റിൽ അവിടെ TC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു TR അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ TR, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മീനിങ് എന്താണ്? ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ
കോസ്റ്റ്, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്റ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്താണ്, ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഒരു ഫേമിന് യാതൊരു അവർക്ക് യാതൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല, കോസ്റ്റ് അല്ല, യാതൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല, ഒരു ലോസ് ഉണ്ടാകുന്നില്ല. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫേമിന് നോ ലോസ് നോ ഗെയിൻ ആണ് അവിടെ വരുന്നത്, അല്ലേ? നോ ലോസ് നോ ഗെയിൻ, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് വരും. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ അവരുടെ കിട്ടുന്ന റവന്യൂ അവരുടെ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അപ്പം ഓപ്ഷൻ എ TR ഈസ് ഈക്വൽ ടു TC, ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ് നോർമലി അണ്ടർഗോ വെയർ ആൻഡ് ടയർ? വെയർ ആൻഡ് ടയർ അല്ലേ സംഭവിക്കുന്ന ഗുഡ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ്, അല്ലെങ്കിൽ എന്താണ് വേറെ 4 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നത്. ഈ 4 ടൈപ്പ് ഓഫ് ഗുഡ്സിൽ വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സിനാണ്? ക്യാപിറ്റൽ ഗുഡ്സിനാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രൊഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ഗുഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഡിപ്രീസിയേഷനെ പറ്റിയും വെയർ ആൻഡ് ടയറിനെ പറ്റിയൊക്കെ നമ്മൾ റെഫർ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ മാരത്തോണിലും ഡേ ബിഫോർ എക്സാമിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് ആർ ഡിഫൈൻഡ് അറ്റ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞതാണ് സ്റ്റോക്ക് വേഴ്സസ് വേരിയബിൾ, സ്റ്റോക്കും വേരിയബിൾ അല്ലേ, സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിളും, സ്റ്റോക്കും ഫ്ലോയും വരും. സ്റ്റോക്ക് എന്ന് പറഞ്ഞതാണ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്, സ്റ്റോക്ക് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് വരും. സ്റ്റോക്ക് എന്നാണ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്, ഫ്ലോ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, ദെൻ ആ സ്റ്റോക്ക് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് പ്രഡിക്റ്റ് ചെയ്തതാണ്, ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതായിരുന്നു. സ്റ്റോക്കും അല്ലെങ്കിൽ എന്താണ് ഫ്ലോ വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് ആ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞു, നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ഡേ ബിഫോർ എക്സാമിലും ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റ് വരും. ഈ ടൈപ്പ് 2 മോഡൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താണ് സ്റ്റേറ്റ്മെന്റ് വരും, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിലെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, കൺസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം. കൺസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം, ഇൻകം ബേസ് ആയിരിക്കും എന്ത് വരുന്നത്? കൺസെപ്ഷൻ വരുന്നത്. രണ്ടാമത്തത്, നോർമലി വെൻ ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഡിക്രീസസ്, ഇൻകം കൂടുമ്പോൾ കൺസെപ്ഷൻ കുറയുന്നു. ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. കൺസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം, നമുക്ക് ഇൻകം കിട്ടുമ്പോഴല്ലേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോണമസ് കൺസെപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് ഇൻകം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് കൺസെപ്ഷൻ നോർമലി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, നോർമലി വെൻ ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഡിക്രീസസ്, ഇൻകം കൂടുമ്പോൾ കൺസെപ്ഷൻ കുറയുന്നു. എന്ത് സംഭവിക്കുന്നു? ഇൻകം കൂടുമ്പോൾ കൺസെപ്ഷൻ കുറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോർമൽ കേസ് ആണ്. അവിടെ ആ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നോർമലി എന്ന് പറഞ്ഞു. നോർമലി അങ്ങനെയല്ലല്ലോ, നമ്മൾക്ക് ഇൻകം കൂടുമ്പോൾ, നമ്മുടെ വരുമാനം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കൺസെപ്ഷൻ കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് വരുമാനം കൂടുമ്പോൾ നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ പവർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൺസെപ്ഷൻ കുറയുകയല്ല, കൂടുകയാണ് വരുന്നത്. ഇനി എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം നോർമലി എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ വന്നതുകൊണ്ട് അത് തെറ്റാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The objective of the consumer is to maximize their satisfaction. Likewise, the object of firm is to. അതായത് ഒരു കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത് എന്തിനാ? ടു സാറ്റിസ്ഫൈ ഹിസ് നീഡ്സ് ഓർ വോൺസ്, അല്ലെ? നീഡ്സ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? ഒരു ഫേം എന്തിനാണ് അല്ലെ? ഫേമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു ഫേം പ്രവർത്തിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് ദ പ്രോഫിറ്റ്. എന്താണ്? മാക്സിമൈസ് ദ പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നത്. അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ മണി. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. അപ്പോൾ ഡിമാൻഡ് ഓഫ് മണി എങ്ങനെയാണ്? ഇത് ഏതാണ്? നമ്മുടെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് പറയുന്നതാണ്. സ്പെക്യുലേറ്റീവ് മോട്ടീവ്, ഡിമാൻഡ് ഫോർ മണിയിലെ 2ാമത്തെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് പറയുന്നതാണ്. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇൻട്രസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി, ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. ആളുകൾ പണം ലോൺ പോയി എടുക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? മണിയുടെ ഡിമാൻഡ് കുറയും, ഡിക്രീസസ്. ഓപ്ഷൻ സി ഡിക്രീസസ്. അടുത്ത നോക്കിക്കേ,
നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസസ് ഇൻ ഇൻപുട്ട് പ്രൈസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. അതായത് ഇൻപുട്ട് പ്രൈസസ്, റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ടുകളുടെ പ്രൈസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടുന്നു. ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടുന്നു. എന്താണ്? ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡ്യൂ ടു ദ ടെക്നിക്കൽ പ്രോഗ്രസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്. ടെക്നിക്കൽ പ്രോഗ്രസ്, ടെക്നോളജി ബെറ്റർ ആകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണെന്ന്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ വരുന്നതാണ് മൈക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 3 ആണ്. ഓക്കെ, ഇൻപുട്ട് പ്രൈസ് കൂടി, റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കോസ്റ്റ് കൂടത്തില്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോർമലി കൂടും. അപ്പൊ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ഇൻപുട്ടിന്റെ പ്രൈസ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടത്തില്ലേ? ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ എററാണ്, നിങ്ങൾ ക്ഷമിക്കുക. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ, ഡ്യൂ ടു ദ ടെക്നിക്കൽ പ്രോഗ്രസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്. ടെക്നോളജി ബെറ്റർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും? ടെക്നോളജി ബെറ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ. ഇത് മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 3 എന്ന് ചോദിച്ചു. ഇതും മൈക്രോ. ഇൻകത്തിന്റെ കാര്യം പറഞ്ഞ് ഇൻകം ഡിറ്റർമിനേഷൻ മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 4. ഇത് മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ക്യാപിറ്റൽ റൂൾസും മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 2. ഓക്കെ, ഇത് ചാപ്റ്റർ 4 മൈക്രോ എക്കണോമിക്സ്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൈക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 2. ദെൻ നമുക്ക് ഈ സെക്ഷൻ 10 ക്വസ്റ്റ്യൻ കണ്ടോ? ഈ 10 ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻസ് തരും അല്ലേ? നിങ്ങൾ അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടായിരുന്നു. ഇനി സെക്ഷൻ 2 ആണ്. രണ്ടാമത്തെ സെക്ഷനിൽ 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്, അതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ ചെയ്യണം. 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്, അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 11th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്പ്രെഡ്? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സ്പ്രെഡ്? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഫിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് ലെൻഡിങ് റേറ്റിൽ നിന്ന് ബോറോയിങ് റേറ്റ് കുറയ്ക്കുമ്പോൾ, ലെൻഡിങ് റേറ്റിൽ നിന്ന് ബോറോയിങ് റേറ്റ് കുറയ്ക്കുമ്പോൾ, അതായത് ബാങ്കുകൾ ലോൺ കൊടുക്കും, ലോൺ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെന്താണ്? ബാങ്കുകൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ആ ഡെപ്പോസിറ്റിന് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പം ലോണിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് ബാങ്കിന്റെ പ്രോഫിറ്റ്. അതിനാണ് സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. 12th ക്വസ്റ്റ്യൻ, ഇതേ ചാപ്റ്റർ ആണ്, മണി ആൻഡ് ബാങ്കിങ് അല്ലേ? മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 3. 12th ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു വേർഡ്, ആ സ്പ്രെഡ് എന്നാൽ ജസ്റ്റ് ഒരു സെന്റൻസ്, 1-2 സെന്റൻസിൽ എഴുതിയാൽ മാത്രം മതി. 12th സെന്റൻസ് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ടാണ്. എന്താണ്? ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. QS = 6P + 18, QD 128 - 5P എന്നാണ് തന്നിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കണം? ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കണം. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും. ഇക്വിലിബ്രിയത്തിൽ എന്ത് സംഭവിക്കും അല്ലെ? ഇക്വിലിബ്രിയം പോയിന്റില് ക്വാണ്ടിറ്റി സപ്ലൈ = ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി സപ്ലൈയും ക്വാണ്ടിറ്റി ഡിമാൻഡും ഈക്വൽ ആകും. അപ്പൊ എന്താണ്? 6P + 18 = 128 - 5P എന്ന് വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം 6P + 5P = ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 128 - 18, 110 = 11P, P = 110 / 11, that is 10. ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്? 10 എന്ന് കിട്ടും ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്കോ, QSലേക്കോ QDയിലേക്കോ ഈ പിയുടെ വാല്യൂ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 78 എന്ന് കിട്ടും. 13th ക്വസ്റ്റ്യനോ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതുക. ഇൻഡിഫറൻസ് കർവിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതാനായിട്ടാണ്.
കോൺവെക്സ് ടു ഒറിജിന്, നെഗറ്റീവ് സ്ലോപ്പിംഗ്, നെവർ ഇന്റർസെക്റ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് 4-5 ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. പോയിന്റ് മാത്രം മതി, എക്സ്പ്ലനേഷൻ വേണ്ട. 2 മാർക്ക് ക്വസ്റ്റ്യൻ, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഈ പോയിന്റ് എഴുതിയാൽ മതി. കോൺവെക്സ് ടു ഒറിജിൻ 1 മാർക്ക് വീണു, നെഗറ്റീവ് സ്ലോപ്പ് 2 മാർക്ക് കിട്ടി. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഇല്ല, മാർക്ക് നോക്കി ആൻസർ ചെയ്യുക. ചില സ്റ്റുഡൻസ് ആവശ്യമില്ലാതെ എക്സ്പ്ലനേഷൻ കൊടുക്കും. കാര്യമുണ്ടോ? പോയിന്റ് എഴുതിയവനും എക്സ്പ്ലനേഷൻ കൊടുത്തവനും 2 മാർക്കേ ഉള്ളൂ. ഇവൻ എന്താണ് കൂടുതലും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാർക്ക് ആരെയും തരുമോ? ഇല്ല. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 മേജർ സെക്ടേഴ്സ് ഓഫ് എക്കണോമി, 4 സെക്ടറിൽ വരുന്നത് ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതാണ്, പ്രഡിക്റ്റഡ് ആണ്. ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഓഫ് എക്കണോമി. എക്കണോമിയിലെ 4 മേജർ സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഇതാണല്ലോ 4 സെക്ടേഴ്സ്, മേജർ സെക്ടേഴ്സ് എക്കണോമിയിലെ. വാട്ട് ഈസ് പ്രൈസ് ലൈൻ? ഡ്രോ എ സിമ്പിൾ പ്രൈസ് ലൈൻ. ഫസ്റ്റ് ടേം പോർഷൻ ആണ്. എന്താണ് പ്രൈസ് ലൈന്? ഒരു പ്രൈസ് ലൈൻ ഫിഗറോടെ നിങ്ങൾ വരയ്ക്കണം. പ്രൈസ് ലൈൻ എന്താണെന്ന് എഴുതിയാൽ 1 മാർക്ക്, ഡ്രോ ചെയ്താൽ 1 മാർക്ക്. കോമ്പിനേഷൻ ഓഫ് 2 കമ്മോഡിറ്റീസ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുന്ന 2 കമ്മോഡിറ്റി അല്ലെ ഗിവൺ പ്രൈസിലുള്ള കമ്മോഡിറ്റികളുടെ ആ ഒരു കോമ്പിനേഷനെയാണ് പ്രൈസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഒരു പ്രൈസ് ലൈനോടെ വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടി. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5 ക്വസ്റ്റ്യൻസ്, 4 എണ്ണത്തിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ആണ് 3 മാർക്ക് സെക്ഷനിൽ വരുന്നത്. ഡിഫൈൻ GDP. എന്താണ് GDP? GDP എന്താണ്? മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി. അല്ലെ, ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂ, മണി വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യനോ, റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് GDP വൈൽ യൂസിങ് ഇറ്റ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ വെൽഫെയർ മെഷർമെന്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് GDP യൂസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എന്താണ്? GDP മെഷറിംഗ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എക്സ്റ്റേണലിറ്റീസ്, നോൺ മാർക്കറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം, ഇങ്ങനെ കുറേ എന്താണ് പോയിന്റ്സ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് കൊടുക്കുക. 17ാമത്തത് നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ 2 ലൈൻസ് ഉണ്ട്, A ആൻഡ് B. എന്താണ് A, എന്താണ് B എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. A എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TFC ആണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ. B എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. പക്ഷേ ചില ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് ഇങ്ങനെ അല്ല വരുന്നത്. പക്ഷേ ശരിക്കും അതാണ് വരേണ്ടത്, ആൻസർ ആണ് വരേണ്ടത്. പക്ഷേ ഗ്രാഫിന് ചെറിയ പ്രശ്നമുണ്ട്. ഡിഫൈൻ ചെയ്യണം. കോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് അനുസരിച്ച് വേരി ചെയ്യാത്ത കാര്യമാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഔട്ട്പുട്ട് അനുസരിച്ച് വേരി ചെയ്യുന്നതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് A-B സെക്ഷൻസ്, കുറച്ച് എക്കണോമിക്സിലുള്ള പേരും അവരുടെ ബുക്സും ഉണ്ട്, മാച്ച് ചെയ്യാനായിട്ടാണ്. വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ്? ആദം സ്മിത്ത് അല്ലെ. വെൽത്ത് ഓഫ് നേഷൻ ആദം സ്മിത്ത് ആണ്, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെയാണ്. അടുത്തത് C, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണ്? ലയണൽ റോബിൻസിന്റെയാണ്. ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കിയപ്പോൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചാൽ വളരെ ഈസി ആയിരുന്നു എക്കണോമിക്സിന്റെ എക്സാം. ഓക്കെ, GDP എന്താന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു. അടുത്തത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ഔട്ട്പുട്ട്, ഒരു ഫേം ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന വാല്യൂ 15 രൂപയാണ്. ഒരു യൂണിറ്റിന് 15 രൂപയിലാണ് വിൽക്കുന്നത്. ഔട്ട്പുട്ട് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ റവന്യൂയും പ്രോഫിറ്റും കണ്ടുപിടിക്കണം. ടോട്ടൽ റവന്യൂ ഏതാണ്, ടോട്ടൽ പ്രോഫിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈസി അല്ലേ? ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ ഔട്ട്പുട്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം? ഔട്ട്പുട്ട് വിത്ത് 15, ഔട്ട്പുട്ടിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ റവന്യൂ കിട്ടും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 15, 30, 45, 60, 75, 90, 105, 120 എന്ന് കിട്ടും. പ്രോഫിറ്റോ -5, -5, -3, 0, 5, 15, 10, 5, 5 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്
ഫേം മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് ഏതാ? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏതാണ്? 15 കിട്ടുന്നത്. അത് ഔട്ട്പുട്ട് 5 ആകുമ്പോഴാണ്. അത് രണ്ടാമത്തെ ആൻസർ ആയിട്ടും കൊടുത്തു. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? നോ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇല്ല, നോ കോമൺ മെഷർ ഓഫ് വാല്യൂ, നോ സ്റ്റോർ വാല്യൂ, അല്ലേ? പിന്നെ എന്താണ്? ഡബിൾ കോഇൻസിഡൻസ് ഓഫ് ബോൺസ്. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പോയിന്റ് എഴുതിയാൽ ഹാഫ് മാർക്സ്, എക്സ്പ്ലെയിൻ ചെയ്താൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് 4 മാർക്ക് സെക്ഷനാണ്. 4 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. ഡയഗ്രാമാറ്റിക്കലി ഇല്ലുസ്ട്രേറ്റ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി അല്ലേ? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിയെ ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്. എങ്ങനെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, അതിനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ GDP ഡിഫ്ലേറ്റർ. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ NNP എന്ന് പറഞ്ഞാൽ GNP എന്ന് എന്ത് മൈനസ് ചെയ്യുമ്പോഴാണ്, എന്ത് കുറയ്ക്കുമ്പോഴാണ്? പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ GDP ഡിഫ്ലേറ്റർ. റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. നോമിനൽ GDP റിയൽ GDP തമ്മിലുള്ള റേഷ്യോയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു എക്കണോമിയിലെ കറണ്ട് പ്രൈസ് ഇതാണ് 2500 അല്ലേ? അതെന്താണ്? നോമിനൽ GDP. റിയൽ GDP 2000 crores. 2500 crores കോൺസ്റ്റന്റ് പ്രൈസ് 2000 crores ആണ് എങ്കിൽ GDP ഡിഫ്ലേറ്റർ എത്ര ആണ്? അങ്ങനെ 2500 ഡിവൈഡഡ് ബൈ 2000 1.25 into 100 125% അല്ലേ? ഫോർമുല എഴുതണേ. ഫോർമുല എഴുതിയാലേ മാർക്ക് കിട്ടും. NNP അതായത് GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് എഴുതിയാൽ 1 മാർക്ക്, പ്രോബ്ലം ചെയ്താൽ 1 മാർക്ക്, ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്. NNP എന്ന് പറഞ്ഞാൽ GNP എന്ന് കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, 1 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 23ാമത്തെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് A പാർട്ട്. യൂട്ടിലിറ്റി അപ്രോച്ചസ്. 2 യൂട്ടിലിറ്റി അപ്രോച്ചസ് ആണുള്ളത്. ചാപ്റ്റർ 2 മൈക്രോ എക്കണോമിക്സ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുന്നതാണ്. 2 യൂട്ടിലിറ്റി അപ്രോച്ചസ് ഏതൊക്കെയാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. B ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ആൻ ഇൻഡിവിജ്വൽ ബൈസ് 20 ആപ്പിൾ വെൻ ഇറ്റ് പ്രൈസ് ഈസ് 10 പെർ ആപ്പിൾ. അതായത് ഒരു ഇൻഡിവിജ്വൽ 10 രൂപ, ഒരു ആപ്പിളിന് 10 രൂപയായിരിക്കുമ്പോൾ 20 ആപ്പിൾ വാങ്ങുന്നു. ആപ്പിളിന്റെ പ്രൈസ് 20 രൂപയായപ്പോൾ 15 ആപ്പിൾ വാങ്ങുന്നു. എന്ത് കണ്ടുപിടിക്കണം? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കണം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എടുക്കണം. ഫോർമുല എഴുതണം. അത് കഴിഞ്ഞ് ഇലാസ്റ്റിസിറ്റി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യും? ആ ഒരു വാല്യൂ കിട്ടും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0.25 ആണ്. ഈ കാർഡിനൽ ആൻഡ് ഓർഡിനൽ എഴുതുമ്പോൾ 2 മാർക്ക്. ഫോർമുല എഴുതിയാൽ 1 മാർക്ക്, ആൻസർ കിട്ടിയാൽ 1 മാർക്ക്. മൊത്തം 4 മാർക്ക്. 24ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതാണ്. എന്താണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്? എക്സ്പ്ലെയിൻ ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. അതിന്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ 2 മാർക്ക്. കോമ്പോണൻസ് എഴുതിയാൽ ഹാഫ്. 4 കോമ്പോണന്റ്. കൺസപ്ഷൻ ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് ഡിമാൻഡ്, നെറ്റ് എക്സ്പോർട്ട് ഡിമാൻഡ്. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? One of the method of price elasticity of supply is percentage method. What is the another method? Price elasticity of supply calculate ചെയ്യുന്ന ഒരു മെത്തേഡാണ് percentage method. മറ്റൊരു മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജിയോമെട്രിക് മെത്തേഡ്. പ്രൈസ് എന്താണ്? പെർസെൻറ്റേജ് മെത്തേഡും ജിയോമെട്രിക് മെത്തേഡുമാണ് 2ാമത്തെ മെത്തേഡ്. ജിയോമെട്രിക് മെത്തേഡിനെ ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡയഗ്രാം വരയ്ക്കണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, ഇനിയും 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് 4 എണ്ണത്തിന് ആൻസർ ചെയ്യും. അടുത്ത സെക്ഷൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വന്നു 50. ഔട്ട്പുട്ടും ഉണ്ട്, ടോട്ടൽ കോസ്റ്റും ഉണ്ട്. TVC, AFC, AVC, AC, MC. മൈക്രോ ചാപ്റ്റർ 3 എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, TC ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ പോരെ? 50 50 കുറയ്ക്കുമ്പോൾ 0, 80 30 കുറയ്ക്കുമ്പോൾ 30, 90 നിന്ന് 50 കുറയ്ക്കുമ്പോൾ 40, അങ്ങനെ കുറച്ച് വരുമ്പോൾ 45, 55, 75. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടി. ഇനി എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 50
ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 50 ആണ്. 50 ഡിവൈഡ് ബൈ 50, 50 ഡിവൈഡ് ബൈ 25, 16.6, 12.5, 10. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനോ, AVC കണ്ടുപിടിക്കാനായിട്ട് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 divided by 0, 0. Then 30 divided by 1, 30, 20, 15, 13.75, 15. ആൻസർ കിട്ടും. ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനോ, ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുക. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുക. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, അതിനെ ക്വാണ്ടിറ്റിയോട് ഡിവൈഡ് ചെയ്യുമ്പം 80, 45, 31.6, 26.25, 25. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അഡീഷണൽ ഇൻപുട്ടിന് വന്ന ടോട്ടൽ കോസ്റ്റ് അല്ലേ, അഡീഷണൽ യൂണിറ്റ് വന്ന കോസ്റ്റ് കുറച്ചാൽ മതി. 30, 10, 5, 10, 20. ഈസി അല്ലേ? 27ാമത്തെ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ. One of the method measuring national income is expenditure method. നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡിന്റെ പേര് തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ബാക്കി 2 മെത്തേഡ് ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ മെത്തേഡ്, പിന്നെ ഇൻകം മെത്തേഡ് അല്ലേ. എക്സ്പ്ലെയിൻ എനി 2 other മെത്തേഡ്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലാതെ ബാക്കി 2ത്തിൻ്റെ പേര് എഴുതുക, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക, 5 മാർക്ക്. പേരെഴുതിയ 2 മാർക്ക്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഒരെണ്ണത്തിന് കൊടുത്താൽ 1.5, അടുത്തിന് കൊടുത്താൽ 1.5, അങ്ങനെ 3 2 5 മാർക്ക്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പ്രഡിക്റ്റഡ്. പിന്നെ ഇക്വേഷൻ ഓഫ് MPC പ്രഡിക്റ്റഡ്. MPC എന്താണ്? ചേഞ്ച് ഇൻ കൺസപ്ഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. പിന്നെ MPC തന്നിട്ടുണ്ട് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനായിട്ടാണ്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡ് ബൈ 1 മൈനസ് MPC ചെയ്താൽ മതി. 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5 ചെയ്യുമ്പോൾ ആൻസർ മൾട്ടിപ്ലയർ 2 കിട്ടും. മൾട്ടിപ്ലയർ എത്ര കിട്ടും? 2. ഓക്കെ, ദെൻ മൾട്ടിപ്ലയർ 2 ആണ് കിട്ടിയത് എങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് 200 ആണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് 200 ഇൻക്രീസ് ചെയ്താൽ എത്രയായിരിക്കും ചേഞ്ച് ഇൻ ഇൻകം? 400. 200 into 2, 400. അടുത്ത ക്വസ്റ്റ്യൻ, predicted. In a perfectly competitive market, prices are determined as a result of interaction of demand and supply force. അറിയാലോ, ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കോമ്പൗണ്ടുകൾ യൂസ് ചെയ്താണ്. ചില സിറ്റുവേഷൻസ് എന്താണ് പ്രൈസസിന് വ്യത്യാസം വരുമ്പോൾ അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമായിട്ട് വരും. ഗവൺമെന്റ് എങ്ങനെയാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? 2 മെത്തേഡ് അല്ലേ ഉള്ളത്, പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസിംഗ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോറും. പ്രൈസ് സീലിംഗ് എന്താണെന്ന് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, എഫക്റ്റ് എഴുതുക, ലോങ് ക്യൂ ഓഫ് കൺസ്യൂമർ, ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ. പ്രൈസ് ഫ്ലോർ എന്താണെന്ന് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക. 5 മാർക്ക്. പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രെഡിക്റ്റഡ് ആണ് ഫസ്റ്റ് പാർട്ട്. ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? CRRഉം SLRന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ. 3 മാർക്ക്. If CRR is 0.5 and initial deposit by a people is ₹100 crores, then calculate total money created by commercial banks. എന്താണ്? 1 divided by CRR into 100 ചെയ്താൽ കിട്ടും. എന്ത് കിട്ടും? ടോട്ടൽ മണി ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കിട്ടും. 1 divided by CRR 0.5 into 100 ചെയ്ത് കഴിഞ്ഞാൽ 200 എന്ന് കിട്ടും. ഓക്കെ, 200 എന്താണ് ആൻസർ. 31ാമത്തെ മുതൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്യാനായിട്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രെഡിക്റ്റഡ് ആണ്, നമ്മുടെ ലൈവിൽ പ്രെഡിക്റ്റ് ചെയ്തതാണ് ഈ 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്? ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. കറക്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. ഞാൻ ഈ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്, ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഏതെങ്കിലും 4 ഫീച്ചേഴ്സോ, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിസ്റ്റ്, എന്താണ് മാർക്കറ്റിനെ പറ്റിയുള്ള എന്താണ് കറക്റ്റ് ഇൻഫോർമേഷൻസ് ഉണ്ട്, ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക. ബി പാർട്ട് എന്താണ്? മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. മാക്സിമൈസ് പ്രോഫിറ്റ് ചെയ്യാനല്ലേ ഫേംസ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനല്ലേ ഫേംസ് പ്രവർത്തിക്കുന്നത്.
അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിന്റെ കണ്ടീഷൻസ് എഴുതാൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം പ്രഡിക്റ്റർ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ പി സിക്കൽ ടു എസ് എം സി, പിന്നെ എസ് എം സി നോൺ ഡിക്രീസിങ് ആണ്. ഓക്കെ, പിന്നെന്താണ് ആ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. ലോങ് റണ്ണിനും ഷോർട്ട് റണ്ണിനും ഉള്ള കണ്ടീഷൻസ് എഴുതി വെച്ചാൽ മതി വിത്ത് ഡയഗ്രാമേ. ക്വസ്റ്റ്യൻ നമ്പർ 32 predicted explain any 4 functions of central bank. സെൻട്രൽ ബാങ്കിന്റെ ഏതെങ്കിലും 4 ഫംഗ്ഷൻസ് ഏതാണ്? ഇഷ്യൂ ഓഫ് കറൻസി അല്ലെ, എക്സ്പെക്ട് 1 rupee കോയിന് നോട്ട്, പിന്നെന്താണ് ബാങ്കർ ടു ഗവൺമെന്റ്, ബാങ്കർ ടു ബാങ്കർ, ആ ഒരു കാര്യങ്ങളൊക്കെ 4 ഫംഗ്ഷൻസ് ഏതെങ്കിലും 4 എഴുതുക. അടുത്ത പാർട്ടും പ്രഡിക്റ്റർ ആണ്. മണി സപ്ലൈക്ക് വേണ്ടി സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് 4 കൺട്രോളിംഗ് ടൂൾസ് എഴുതാനായിട്ട്. ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഏതെങ്കിലും 4 എണ്ണം. അപ്പൊ 4 8 മാർക്കിൻ്റെത്. 33ാമത്തെ ക്വസ്റ്റ്യനും പ്രഡിക്റ്റഡ്, അതായത് ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്ത് സംഭവിക്കും ഇക്വിലിബ്രിയം പ്രൈസിന്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ലെഫ്റ്റിലേക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, എന്ത് സംഭവിക്കും ഇക്വിലിബ്രിയം പ്രൈസിന്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടുപേരും പിണങ്ങിപ്പോയി, രണ്ടുപേരും 2 സൈഡ്, ഒരാൾ ലെഫ്റ്റ് ഒരാൾ റൈറ്റ്, അടുത്ത ആൾ ലെഫ്റ്റ് പോകുമ്പോൾ അടുത്ത ആൾ റൈറ്റ്, അങ്ങനെ 2 എണ്ണം വിത്ത് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പറഞ്ഞതാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, 8 മാർക്ക് കിട്ടും. അപ്പം നമ്മുടെ മാരത്തോണിലും നമ്മുടെ ഡേ ബിഫോർ എക്സാമിൻ്റെ റിവിഷനിലും ഒക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. വളരെ ഈസി ആയിരുന്നു. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം എന്താണ്, അപ്പം നമ്മൾ ഒത്തിരി ഒന്നും നമ്മൾ എന്താണ് തല പുണ്ണാക്കി പഠിക്കണം എന്നല്ല പറയുന്നത്, പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ എന്താണ് നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചാപ്റ്ററിൻ്റെ പല ഭാഗത്തു നിന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആണെന്ന് പറഞ്ഞാലും വളരെ വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. നമ്മൾ ആ വലിയ മൈക്രോ മാക്രോ തിയറി ആണെന്നുള്ള ടെൻഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പം ഇനി വരുന്ന എക്സാംസിന് എന്താണ് ഇത് മനസ്സിലായി, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും വെക്കേഷനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. എക്സാംസിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന 10 ദിവസം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്.